അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി വമർളാത്തുൽ ലിറബ്ബി, മിസ്വാക്ക് ചെയ്യുക, ബ്രഷ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള സംഗതിയും വായയെ ശുദ്ധീകരിക്കുന്ന കാര്യവുമാണ് എന്ന് ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ലൗലാ നശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സവാക്കി ഇൻദ കുല്ലി സ്വലാ, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നു എങ്കിൽ, എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകില്ലായിരുന്നു എങ്കിൽ ഓരോ നിസ്കാരത്തിനും മിസ്വാക്ക് ചെയ്യാൻ, ബ്രഷ് ചെയ്യാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്നും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നതായി കാണാൻ പറ്റും. ഇവിടെ സ്വാഭാവികമായി സാധാരണ നമ്മിൽ പല ആളുകളും ഒഴിവാക്കുന്ന ഒരു സുന്നത്താണ് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിന് വേണ്ടി ബ്രഷ് ചെയ്യുക എന്ന് പറയുന്നത്. പഴയകാലത്തുള്ള ആളുകളൊക്കെ ചകിരി ചെത്തി മിസ്വാക്കാക്കിയിട്ട് അത് കയ്യിൽ കരുതുകയും നിസ്കരിക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ശീലം കാണാറുണ്ടായിരുന്നു. അറബികളൊക്കെ ഇപ്പോഴും അറാക്ക് പോലത്തെ മിസ്വാക്ക് കയ്യിൽ പിടിച്ച് നിസ്കാരത്തിന് മുമ്പ് ബ്രഷ് ചെയ്യുന്ന ഒരു ശീലം കണ്ടുവരുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാൻ പറ്റും, സ്വലാത്തും ബിസിവാക്ക് അഫ്ളലു മിൻ 70 സ്വലാത്തിൻ ബിഗൈരി സിവാക്ക്. ബ്രഷ് ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കൽ, ബ്രഷ് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം ബ്രഷ് ചെയ്യാതെ 70 നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. ബ്രഷ് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കലും ബ്രഷ് ചെയ്യാതെ 70 പ്രാവശ്യം നിസ്കരിക്കലും കൂടുതൽ കൂലി കിട്ടുന്നത് ബ്രഷ് ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നതിനായിരിക്കും. അപ്പൊ നമ്മളൊക്കെ പരമാവധി ബ്രഷ് കയ്യിൽ കരുതുകയും ഓരോ നിസ്കാരത്തിന്റെ സമയത്തും പരമാവധി നിസ്കാരത്തിന് മുമ്പായി ബ്രഷ് ചെയ്യൽ ശീലമാക്കുകയും ചെയ്യണം. ബ്രഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ പേസ്റ്റ് പുരട്ടി ഒരുപാട് സമയം അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടതില്ല. സുന്നത്തായ മിസ്വാക്ക് ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടെ പല്ലുകളിൽ വീതിയിലും നാവിൽ നീളത്തിലും 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കലോടുകൂടെ ഉരുതലോടുകൂടെ ബ്രഷ് ചെയ്യുന്നതിന്റെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുകയാണ്. വളരെ വലിയ കൂലി. മഹാന്മാരായ പണ്ഡിതന്മാർ ബ്രഷ് ചെയ്യുന്നതിന് 70-ലേറെ ഗുണങ്ങളാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത്. സയ്യിദുൽ ബക്രി തങ്ങളെ പോലത്തെ മഹാന്മാര് കൃത്യമായി 70ഓളം മഹത്വങ്ങൾ ബ്രഷ് ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളെ എണ്ണി പറയുന്നുണ്ട്. അത് വായയെ ശുദ്ധീകരിക്കുന്നതാണ്, അല്ലാഹു തആലക്ക് തൃപ്തി കിട്ടുന്ന കാര്യമാണ്, പല്ലിനെ വെളുപ്പിക്കാൻ ഉപകരിക്കുന്നതാണ്, അതേ രൂപത്തിൽ മുതുക് വളയാതെ നേരെ നിൽക്കാൻ ഉപകരിക്കുന്നതാണ്, അതേ രൂപത്തിൽ നമ്മുടെ ഊനിന് ശക്തി പകരുന്നതാണ്, പെട്ടെന്ന് നിര ബാധിക്കാതിരിക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു സംഗതിയാണ്, പ്രതിഫലം ഇരട്ടിയാക്കി തരുന്ന കാര്യമാണ്, മരണസമയത്ത് വളരെ എളുപ്പം റൂഹ് പിടിക്കുന്ന സമയത്ത് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടില്ലാതെ വളരെ സഹിലായി സിമ്പിളായി റൂഹ് പിടിക്കപ്പെടാനും മിസ്വാക്ക് ചെയ്യൽ കാരണമാണ്. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിക്കാൻ മിസ്വാക്ക് ചെയ്യൽ ഏറെ ഉപകരിക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. അതേ രൂപത്തിൽ ദാരിദ്ര്യമില്ലാതെ ഐശ്വര്യം കൂടാനും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലാതിരിക്കാനും വായക്ക് ദുർഗന്ധമില്ലാതിരിക്കാനും അതേ രൂപത്തിൽ തലവേദന മാറിക്കിട്ടാൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മഹത്വങ്ങളാണ്, ഒരുപാട് നേട്ടങ്ങളാണ് മിസ്വാക്ക് ചെയ്യുന്നതിന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പരമാവധി നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കുന്നതിന് മുമ്പായി ബ്രഷ് ചെയ്യൽ ശീലമാക്കിയാൽ വളരെ വലിയ പ്രതിഫലമാണ്. 70 ഒരു പ്രാവശ്യം ളുഹ്ർ നിസ്കരിക്കുന്നത് ബ്രഷ് ചെയ്തിട്ടാണെങ്കിൽ 70 പ്രാവശ്യം ബ്രഷ് ചെയ്യാതെ നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി കിട്ടുന്നത് ബ്രഷ് ചെയ്തുകൊണ്ട് 1 പ്രാവശ്യം നിസ്കരിക്കുന്നതിനാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി ബ്രഷ് ചെയ്യൽ ശീലമാക്കുക. അല്ലാഹു തആല നല്ലതൊക്കെ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആയിൽ മറക്കരുത്. അസ്സലാമു അലൈക്കും.